എത്ര ദിവസം നമുക്കിങ്ങനെ ഒളിവിൽ താമസിക്കാൻ പറ്റും? ഇതിനൊരു അവസാനം വേണ്ടേ? എനിക്ക് മീരി അമ്മയെ ആവണിമോളൊക്കെ ഒന്ന് കാണാൻ കൊതിയാവുന്നു. അനുപേട്ടൻ സമാധാനിക്ക്. അധിക ദിവസമൊന്നും വേണ്ടിവരില്ല. എത്രയും പെട്ടെന്ന് ചെങ്കൽ മധുവുമായി ആ വക്കീൽ വഴി ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനുപേട്ടന്റെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പായാൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് പുറത്തു പോകൂ. അതുവരെ ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. എന്തൊരു വിധിയാണിത്! ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവാളിയെ പോലെ ജീവനിൽ പേടിച്ച് ഒളിച്ച് ജീവിക്കേണ്ടി വരിക. ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ. അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. അത് നമ്മളെ ആകെ തകർത്ത് കളയും. ചിലപ്പോ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കും. എങ്ങനെ അതിനോടൊക്കെ പെരുമാറണമെന്നോ പ്രതികരിക്കണമെന്നോ പോലും നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതിനു മുൻപേ നമ്മൾ വീണു പോവും. ചിലപ്പോൾ നമ്മൾ ജയിലിലായെന്നും വരും. പക്ഷെ ഇതിനൊക്കെ നമ്മൾ നേരിട്ടേ പറ്റൂ. അനുപേട്ടൻ നിരപരാധിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ മരിച്ചുപോയത് ചെങ്കൽ മധു എന്ന ഗുണ്ടയുടെ പെങ്ങളാണ്. ഈ സിറ്റിയിലുള്ള അവന്റെ സ്വാധീനവും സെറ്റപ്പൊന്നും അനുപേട്ടൻ ഒരുപക്ഷെ അറിയില്ലായിരിക്കും. നമ്മുടെ ഈ സ്ഥലം തന്നെ അവന് കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ടിവരില്ല. ഒരു 3-4 ദിവസം. അതിനുള്ളിൽ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അവൻ നമ്മളെ തേടി ഇവിടെയും വരും. ആ കരുതലോടെ വേണം എപ്പോഴും നമ്മളിരിക്കാൻ. എനിക്കിപ്പോ പേടി തോന്നുന്ന കാര്യം ഇത് മാത്രമല്ല ധനുഷേ. വേറെ എന്താ? ഞാൻ വളരെ സാവധാന വണ്ടി ഓടിച്ചത്. പക്ഷേ എനിക്ക് നേരെ വന്ന ആ ടിപ്പർ ലോറി അപ്പുറത്തെ ട്രാക്കിൽ നിന്നും പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞു വരികയായിരുന്നു. മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വരുന്നത് പോലെ. ഇതിനു മുമ്പ് ഒരു ദിവസവും ഇതുപോലെ ആരും എന്നെ ഫോളോ ചെയ്തിരുന്നതായി എനിക്ക് തോന്നിയിരുന്നു. എന്നിട്ട് അനുപേട്ടൻ എന്താ ഇക്കാര്യം ആരോടും പറയാതിരുന്നത്? ആദ്യത്തെ ദിവസത്തെ കാര്യം വെറും തോന്നലാണെന്ന് ഞാൻ വിചാരിച്ചു. ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ കളിയാക്കുമെന്നും വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ എന്നെയൊക്കെ കൊല്ലാൻ ആരാ വരുന്നേ? അതുകൊണ്ട് ആർക്കെന്ത് ഗുണം?